റെക്കമെൻഡ് പറയുമ്പോ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ് ആർക്കൊക്കെ വേണ്ടി മുത്ത് മുസ്തഫ റെക്കമെൻഡ് പറയണമെന്ന്. ആ ലിസ്റ്റിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. അപ്പൊ മുത്ത് മുസ്തഫ തങ്ങൾ നാളെ റെക്കമെൻഡ് ചെയ്യുന്നൊരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിന്റെ കഥ ഞാൻ പറയാൻ പോവാണ്. ഇവിടെ ലിസ്റ്റിന്റെ ഒരു കളിയാണ് കഴിഞ്ഞ പ്രസംഗത്തിൽ. അപ്പൊ മുത്ത് മുസ്തഫ തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാൻ ബാങ്കിന്റെ ശേഷമുള്ള ദുആ നടത്തുക. ആ ദുആയിലുള്ളത് നബി തങ്ങളോടുള്ള ശഫാഅത്ത് തേടലാണ്. ആ ശഫാഅത്ത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് തേടിയാൽ അതിന് കുഴപ്പമില്ല എന്നാണ്. ആ ശഫാഅത്ത് ഞങ്ങൾ പണ്ട് കാലം മുതൽ ചെയ്യുന്നുണ്ട്. ആ ശഫാഅത്ത് ഞങ്ങൾ ചെയ്യും പോലെ, ഞങ്ങൾ പറയും പോലെ നിങ്ങളും പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു തആല ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. തങ്ങൾ അവർകളെ വളരെ നിശിതമായി വിമർശിച്ചു, പരിഹസിച്ചു, കളിയാക്കി. ഒരുപാട് ഞാൻ അതിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അവരുടെ ആ ഭാഷ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒന്ന് വരട്ടെ. എന്താണ് അദ്ദേഹം പറയാനുള്ള കാരണം? എന്താ അറിയങ്ങള്, മഹാനായ തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു, എന്ത് നരകക്കാരുടെ ലിസ്റ്റ്, സ്വർഗക്കാരുടെ ലിസ്റ്റ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ആ പ്രസിദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റ് അള്ളാഹു അറിയിച്ചു കൊടുത്ത ആളുകൾക്കറിയാം എന്ന തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം ഇട്ടിട്ട് വ്യാപകമായ പരിഹാസം. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അങ്ങനെ ലിസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് ഖുർആനിന്റെ നിലപാടെന്താണ്? അതിനെ സംബന്ധിച്ച് ഹദീസിന്റെ നിലപാടെന്താണ്? നമുക്കും ചർച്ച ചെയ്യാം. അദ്ദേഹം പറയട്ടെ. ന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ ജിഫിരിക്കോയ തങ്ങൾക്ക് ഇപ്പൊ അവസാനം പറയണ എന്താ വെച്ചാല് ഒരു കാര്യമുണ്ട്. അദ്ദേഹം ജിഫിരിക്കോയ എന്ന് പറഞ്ഞിട്ടാണ് പരിഹസിക്കണം. അദ്ദേഹം പ്രസംഗം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടൊന്നുമില്ല. സമസ്തയുടെ പ്രസിഡന്റ് നിങ്ങൾ പറയുന്ന ജിഫ്രിക്കോയ എന്നുള്ളത് മുത്താണ്. അത് മുത്തുക്കോയ തങ്ങളാണ്. പകരം വെക്കാനില്ലാത്ത മുത്താണത്. നിങ്ങളെ കൂട്ടത്തിലൊരു കോയ, അത് കോയ ടി പി അബ്ദുള്ള കോയ. ടി പി അബ്ദുള്ള കോയ മതിന് അത് ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ്. ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്റെ ഉസ്താദാണ്. 2 കൊല്ലം അവിടുത്തെ മുമ്പിലിരുന്ന് കിതാബ് ഓതിയാളാണ് ഞാൻ. എന്റെ ഉസ്താദിനെ പറയുമ്പോ എനിക്ക് വേദന ഉണ്ടാവൂലേ? അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്ന ആ പേരെ പറയാവൂ. പേര് പറഞ്ഞ് പരിഹസിക്ക്, പേര് പറഞ്ഞ് കളിയാക്ക്. എത്ര വലിയ അപകടമാണത്. ആശയുണ്ടെങ്കിൽ അത് പറയാ. പേരിലുള്ള പരിഹാസമൊന്നും ഒരു ദാഹിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ച സംഗതിയല്ല. നിങ്ങൾ ഒരുപാട് കാലം പ്രസിഡന്റായി കൊണ്ടു നടന്നിരുന്ന, ഇന്നു നിങ്ങളുടെ നേതാവായ ടി പി അബ്ദുള്ള കോയ മദനി എന്ന നിങ്ങൾക്കൊരു കോയയുണ്ട്. 2 കിതാബിലെ 2 വരി ഇബാറത്ത് തെറ്റിയില്ലാതെ വായിക്കാൻ അദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പ്രസംഗത്തിൽ ഇബാറത്ത് വായിക്കുന്നത്? എവിടെയെങ്കിലും ഒരു ഇബാറത്ത് വായിക്കണം. വല്ലാതെ പോയ വർത്താൻ ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പറയുന്നത് ഔലിയാക്കന്മാർ നിങ്ങളാ മനസ്സിലാക്കിയത് പോലെ ഒന്നും അല്ലടോ. അവർ ഓരോരുത്തരെ കണ്ടാ നരകത്തിലാണോ, നരകത്തിലാണെന്നാണ് പറയും, സ്വർഗത്തിലാണെന്നാണ് പറയും. അങ്ങനൊന്നും തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടില്ല. അത് അയാളെ വക ഉള്ള ഒരു പരിഹാസം. അങ്ങനൊന്നും തങ്ങൾ ഉസ്താദ് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം അയാൾ തന്നെ പെട്ടിട്ടുണ്ട്. നമുക്ക് കേൾക്കാനോ? കാരണം ഇവിടെ നരകത്തിന്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ടോ. ഇവിടെ നരകത്തിന്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ ഇറക്കിയ ലിസ്റ്റൊക്കെ ഇവരുടെ ഔലിയാക്കന്മാരെ എടുത്തിട്ടുണ്ട്. അവരത് നോക്കിയിട്ടാണ് പറയുന്നതാണ്. ഇവര് വിചാരിച്ചത് PSC ലിസ്റ്റ് ഇറക്കിയവരെ ഇറക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോല് കുറച്ച് കാൽപ്പാർപ്പ് വേണം. ഇതിങ്ങനെ ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുപോലെ ഇങ്ങനെ എല്ലായിടത്തും എഴുതി ഇങ്ങനെ ഒട്ടിച്ച ലിസ്റ്റാണെന്നാണ് ഇയാൾ മനസ്സിലാക്കിയത്. കൊണ്ടുവന്നോലും ചോറ് കൊടുത്തോലും കൈമർക്ക് കൊടുത്തോലും ഒന്ന് ആലോചിച്ചോളി, എന്തിനാ ഇയാളെ കൊണ്ടുവന്നത്? എന്താണെന്നറിയോ, നരകത്തിന്റെ ലിസ്റ്റും സ്വർഗത്തിന്റെ ലിസ്റ്റും ലൗഹുൽ മഹ്ഫൂദും ഒക്കെ ഇവരുടെ വില്ലേജ് ഓഫീസിന്റെ മുമ്പിലുള്ള മരപ്പലകമ്മൽ എഴുതി ഒട്ടിച്ചിട്ടുള്ള കടലാസിന്റെ വിലയും കൂടി ലൗഹുൽ മഹ്ഫൂദിൽ ഇല്ല. ഇവർക്ക് ആ ലൗഹുൽ മഹ്ഫൂദിന്റെ കഥ ഞാൻ പറയാം. നിങ്ങളെ നേതാവായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഇവിടെ തെളിയിക്കും. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ പറയും. നിങ്ങളുടെ ശൈഖായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിശാ ഞാൻ സൗകര്യം പോലെ ഞാനത് കാണിക്കും, ഞാനത് വായിക്കും, ഞാനത് കേൾപ്പിക്കും. നമുക്ക് എമ്മല് തീരുമാനാക്കാലോ.
എന്നിട്ട് ലൗഹ അങ്ങോട്ട് നോക്കി പറയൂ അത്രേ, ഓരോരുത്തരുടെയും ശരീരത്തിലും ഓരോ ലൗഹുണ്ട് എന്നാ. അവരെ കണ്ണെപ്പോഴും ലൗഹയില്ലാതെന്നോവരേ. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ആണ് ഇപ്പൊ ഭയങ്കര കോയപ്പാപ്പിയും മറ്റേ CM-ഉം എല്ലാവരും ഒക്കെ ഇങ്ങനെ അതിൽ നോക്കിയിട്ടാ പറയണത്. അതൊക്കെ കാണുവാനുള്ളതായിരിക്കുന്ന പ്രത്യേകമാകുന്നതായ ചില മാധ്യമങ്ങൾ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മളെ ജിഫ്രിക്കോയ തങ്ങൾ പറയുന്നത്. സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ, മൂപ്പരിവിടെ വരാഞ്ഞാ ശരിയാവൂല. അതിനെ ഞാൻ പറഞ്ഞത്, ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സംസാരത്തെ പോലും മൂപ്പരന്റെ ഇടയിൽ കളിയാക്കിയിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല. പറയട്ടെ. പ്രശ്നത്തിൽ പെട്ട് കിടക്കണ കാല, അവിടെ നമ്മൾ മൂപ്പരെ ഒന്ന് പരിഗണിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് മൂപ്പരെ ആ വാദം ഒന്ന് നമ്മളൊന്ന് കേൾക്കുക. അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതാ മൂപ്പര് പറഞ്ഞു, എന്റെ പുതിയതാരും നരകത്തില്ല, നരകത്തെ കാക്കും. നിങ്ങൾ അതിലെ എഴുതിയോ നോക്കി, നിങ്ങൾ മുജാഹിദ് നരകത്തിലുള്ളവരെ അറിയുന്ന മഹാൻ. തങ്ങളുസ്ഥാനം കളിയാക്കി എഴുതിയതാണ്. നരകത്തിലുള്ളവരെ അറിയുന്ന മഹാൻ. ബഹുമാനപ്പെട്ട തങ്ങളുസ്ഥാനെ പരിഹസിച്ചിട്ട് അവർ എഴുതിയതാണത്. തങ്ങളുസ്ഥാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നരകത്തിലുള്ള ആളുകൾ ആരാന്ന് ഞാൻ അറിയുന്നു? അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന മഹാന്മാർക്കറിയും. അത് അറിയോ ഇല്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിച്ചു തരാം. പറയട്ടെ. എന്റെ പുതിയതാരും നരകത്തില്ല, നരകത്തെ കാക്കും മലക്ക് ചൊന്നോവാണ്. അത് നരകത്തിന്റെ ലിസ്റ്റോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, അറിയോ? ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. തീർന്നില്ല, പിന്നെ ആ പ്രസംഗം തീരുന്നവരെ തങ്ങളുസ്ഥാന്റെ പ്രസംഗമൊക്കെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. വരുന്നൊക്കെ പിന്നെ വേറെ ക്ലിപ്പാ. അത് ഞാൻ സൗകര്യമല്ല പിന്നെ പറയാം. അപ്പൊ എന്താണ് ബഹുമാനപ്പെട്ട തങ്ങളുസ്താദ് പറഞ്ഞത്? എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം? ഒരാളെ സംബന്ധിച്ച് അയാൾ സ്വർഗത്തിലാണോ അയാൾ നരകത്തിലാണോ, അതാ ലിസ്റ്റ് എന്നുള്ളൊരു പരിഹാസ്യത്തിന് അയാൾ ഉപയോഗിച്ചൊരു വാക്കും കൂടിയാണ്. നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് ഉദ്ധരണികൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേദിയിൽ നോക്കി സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങൾ മഹാനായ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ ഒരു ഇബാറത്ത്, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ ഒരു ഹദീസ്. എന്താണ് ഹദീസ്? ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 ദിവസം. പിന്നെ അതുപോലെ തന്നെ മാംസപിണ്ഡമായി രക്തപിണ്ഡമായി 4 ദിവസം. അതുപോലെ തന്നെ 40 ദിവസം. അതുപോലെ പിന്നെ മാംസപിണ്ഡമായി അതുപോലെ തന്നെ 40 ദിവസം. പിന്നെ അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. 4 കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ഒരു മലക്കിനെ നിശ്ചയിക്കും. വയുഖാലു ലഹു ഉക്തുബ് അമലഹു വറിസ്ഖഹു വഅജലഹു വശഖിയ്യുൻ ഔ സഈദുൻ. ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടി വലുതായാൽ മരിക്കുന്നത് വരെ ആ കുട്ടി ചെയ്യുന്ന അമലുകൾ, ആ കുട്ടിയുടെ ഭക്ഷണം, ആ കുട്ടിയുടെ ആയുസ്, വശഖിയ്യുൻ ഔ സഈദുൻ, ആ കുട്ടി നരകക്കാരനാണോ ആ കുട്ടി സ്വർഗക്കാരനാണോ എന്ന കാര്യം ഒരു മലക്കിനെ കൊണ്ട് രേഖപ്പെടുത്താൻ, ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹു കൽപ്പിക്കും. എപ്പ കൽപ്പിക്കും? അത് കൽപ്പിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് റൂഹ് ഊതുന്നത്. അപ്പൊ കുട്ടിക്ക് റൂഹ് ഊതുന്നതിന് മുമ്പ് തന്നെ ഓരോരോ ആളുകളും ശഖിയാണോ സഈദാണോ നരകക്കാരനാണോ സ്വർഗക്കാരനാണോ എന്ന ലിസ്റ്റ് അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് തയ്യാറാക്കിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി നോക്കൂ, നിങ്ങൾക്ക് ആയത്ത് കാണാം. സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്ത്. ഏതാണ്? സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്ത്. മോനെ വേഗം വരട്ടെ. വമാ മിൻ ഗായിബത്തിൻ ഫിസ് സമാഇ വൽ അർളി ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തുൻ നംലിന്റെ 75-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിലുള്ളത്? ആകാശത്തിലോ ഭൂമിയിലോ മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും സ്പഷ്ടമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. ഭൂമിന്റെ ഉള്ളിലും ആകാശത്തിന്റെ ഉള്ളിലും മറഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യം, മലക്കിന്റെ കാര്യം, ഭൂമിയുടെ കാര്യം, ആകാശത്തിന്റെ കാര്യം, ജനനം മരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൻ നംലിന്റെ 75-ാമത്തെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു വിശദീകരണം കാണാം. മോനാ തഫ്സീറിന്റെ ഭാഗം വരട്ടെ. എന്താണ് എഴുതിയത്? വമാ മിൻ ഗായിബത്തിൻ എന്ന് പറഞ്ഞാൽ മിൻ സിർരിൻ ഖഫിയ്യിൻ, വളരെ രഹസ്യമായ കാര്യങ്ങൾ, ഫിസ് സമാഇ വൽ അർളി മിൻ അഹ്ലിസ് സമാഇ വൽ അർളി, ആകാശത്തും ഭൂമിയിലുള്ള എല്ലാ രഹസ്യമായ കാര്യങ്ങളും, ഇല്ലാ ഫീ കിതാബി
കിതാബിൻ മുബീൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂദി, എല്ലാം ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവ ലൗഹിൽ മഹ്ഫൂദിൽ രേഖപ്പെട്ട് കിടക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്, എന്നാൽ ഈ രേഖപ്പെട്ട് ലൗഹൽ മഹ്ഫൂദിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങൾ നോക്കാനും അറിയാനും കഴിയുമോ എന്നതാണ്. നോക്കാനും കഴിയും, അറിയാനും കഴിയും. നോക്കൂ നിങ്ങൾ, തഫ്സീറുർ റാസിയിൽ ഒരു ഹദീസ് കാണാം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതി സമാവാതി, മലകൂതു സമാവാതിലെ ലൗഹൽ മഹ്ഫൂദിലുള്ള മുഴുവൻ കാര്യങ്ങളും കാണാൻ നല്ല മനുഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ മനുഷ്യരുടെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാത്ത നല്ല തെളിഞ്ഞ ഹൃദയമുള്ള നല്ല മനുഷ്യന്മാർക്ക് അത് കാണാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല തഫ്സീറുർ റാസിയുടെ മറ്റൊരു ഇബാറത്ത് കൂടെ കാണാം. ഇനി കേട്ടോളൂ, ഇതാണ് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗം. എന്താണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞത്? അന്നൽ അഖായിദൽ ഫാസിദത വൽ അഖ്ലാഖൽ ദമീമത. ഈ ഇബാറത്ത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്താണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അന്നൽ അഖായിദൽ ഫാസിദത, പിഴച്ചുപോയ വിശ്വാസം. നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, വഹാബികളെ പറ്റി, ജമാഅത്ത് തബ്ലീഗാദി പോലെയുള്ള പിഴച്ചുപോയ ബിദ്അത്തിന്റെ ആളുകളെ സംബന്ധിച്ച്, വിശ്വാസത്തിൽ വൈകല്യം വന്നവരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അന്നൽ അഖായിദൽ ഫാസിദത വൽ അഖ്ലാഖൽ ദമീമത, മോശപ്പെട്ട സ്വഭാവക്കാർ, വേണ്ടാത്ത ബിദ്അത്തിന്റെ വിശ്വാസക്കാർ. ഇങ്ങനത്തെ വിശ്വാസവും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായാൽ ആ സ്വഭാവങ്ങളൊക്കെ ഫൈദാ സാലത്ത് ഫഖദ് ഹസല ശിഫാഉ ലിൽ ഖൽബി, അതങ്ങോട്ട് നീങ്ങിപ്പോയാൽ, ബിദ്അത്ത് നീങ്ങിപ്പോയാൽ ഹൃദയം ശുദ്ധിയാകും. അങ്ങനെ ഹൃദയം ശുദ്ധിയായാൽ വസ്വാറ ജൗഹറുർ റൂഹി മുതഹ്ഹറൻ അൻ ജമീഇൻ നുഖൂശിൽ മാനിഅതി അൻ മുതാലഅതി ആലമിൽ മലകൂതി, ആലമുൽ മലകൂതിലെ കാര്യങ്ങൾ, ലൗഹുൽ മഹ്ഫൂദിലെ കാര്യങ്ങൾ അവർക്ക് കാണാനും വായിക്കാനും അവർക്ക് കഴിയും. അതിന് ബിദ്അത്തിന്റെ ചിന്ത ഹൃദയത്തിൽ നിന്ന് അങ്ങ് ഒഴിവായി പോകണം എന്ന് ഇമാം റാസി തങ്ങൾ തഫ്സീറുർ റാസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ലിസ്റ്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഞാൻ എന്റെ പ്രസംഗത്തിന് സ്പീഡ് കൂടണമെന്ന് വെച്ചാല് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യം പറയാനാണ്. അങ്ങനെ മുട്ടിക്കുളങ്ങര തൈലത്തിന് പരസ്യം എങ്ങനെയാണല്ലോ, കുറച്ച് തേച്ച തോനവേദന മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോണത്. പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നാ. നോക്കൂ, നിങ്ങൾ നോക്കിയാൽ ഒരു ഹദീസ് കാണാം. മുസ്നദ് അബീ അലയിൽ വിശദമായി പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ വേഗത്തിൽ വായിക്കാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ ഹീന സാഗത്തി ശംസു ഫസല്ലൽ ളുഹ്റ, നബി തങ്ങൾ വന്നു ളുഹ്ർ നിസ്കരിച്ചു. ഫലമ്മാ സല്ലമ, നല്ലോണം ശ്രദ്ധിച്ചോളി, ഫലമ്മാ സല്ലമ, അങ്ങനെ നബി തങ്ങൾ ളുഹ്ർ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി. ഖാമ അലൽ മിംബരി, നബി തങ്ങൾ മിംബറിൽ കയറിയിരുന്നു. ഫദക്കറ സഅത, ഖിയാമത്ത് നാളിനെ പറ്റി നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. വദക്കറ അന്ന ബൈന യദൈഹാ ഉമൂറൻ ഇളാമൻ, ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നബി തങ്ങൾ വിശദീകരിച്ചു. ഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യസ്അല അൻ ഷൈഇൻ ഫയസ്അൽഹു അൻഹു. ളുഹ്റസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി നബി തങ്ങൾ ഇരുന്നതിന് ശേഷം അവിടെ കൂടിയ സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, മൻ അഹബ്ബ അൻ യസ്അല അൻ ഷൈഇൻ ഫൽയസ്അൽ അൻഹു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളീ. എന്തും ചോദിക്കാം, മറഞ്ഞത് ചോദിക്കാ, തിരിഞ്ഞത് ചോദിക്കാ, ദുന്യാവിലുള്ളത് ചോദിക്കാ, ദുന്യാവിലില്ലാത്തത് ചോദിക്കാ, ലൗഹിൽ മഹ്ഫൂദത്തത് ചോദിക്കാ, പിന്നെ മറഞ്ഞു വൈബായ കാര്യങ്ങളെ സംബന്ധിച്ച് വൈബിയായ കാര്യങ്ങൾ ചോദിക്കാ, എന്തു നിങ്ങൾക്ക് ചോദിച്ചാ ഇങ്ങോട്ട് ചോദിച്ചോളി എന്ന് പറഞ്ഞ് നബി തങ്ങൾ മിമ്പറമ്മലാണ് കയറിയിരുന്നു. എന്നിട്ടോ കയറിയിരുന്നു എന്ന് മാത്രമല്ല, ഫവല്ലാഹി, നബി തങ്ങൾ പറയാണ്, ഫവല്ലാഹി ലാ തസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ ഹദ്ദസ്തുകും ബിഹി മാ ദുംതു ഫീ മഖാമി ഹാദാ. ഞാൻ ഇപ്പോ ഈ മിമ്പറമ്മൽ ഇരിക്കണ ഈ സമയത്ത്, ഈ ഇറങ്ങണതിന് മുമ്പ് നിങ്ങൾ എന്തും ചോദിച്ചോളിയാ. ആരായി പറയണത്?
ആരായി പറയണത്? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തങ്ങളുടെ 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരൊറ്റ കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പറയാതെ പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വഹ്യ് മുഖേന മാത്രം സംസാരിച്ചിട്ടുള്ള നബി തങ്ങളാണ് പറയണത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളി. ഇത് വല്ലാത്തൊരു സംരംഭല്ലേ? സ്വഹാബത്ത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഖാല അനസുൻ, ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാമ ഇലൈഹി റജുലുൻ ഫഖാല, സദസ്സുന്ന ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഐന ഐന മുദ്ഖലു അബി യാ റസൂലല്ലാഹ്. എന്താണ് അദ്ദേഹം ചോദിച്ചത്? നബിയെ, ഇന്റെ വാപ്പ എവിടെ കിടക്കണത്? എന്റെ വാപ്പ സ്വർഗത്തിലോ നരകത്തിലോ എന്നാ. എന്നാ നബി പറഞ്ഞേ, ഇന്നോടാ ചോദിക്കാതെ നിന്റെ ലിസ്റ്റൊന്നുമില്ല, എനിക്കതൊന്നും അറിയില്ല എന്ന് നബി പറഞ്ഞു.